ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏത് കാര്യം നേടാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കി തരുന്നത് അതിനോടുള്ള ആഗ്രഹമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കാര്യം ഇഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിൽ കുറേ കാരണങ്ങളുണ്ട്. പങ്കാളികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഓപ്പോസിറ്റിനോടൊരു ആകർഷണമുണ്ട്. അതിനുവേണ്ടി ചില കാര്യങ്ങൾ യുക്തിപരമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ കൂടുതൽ റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഓരോ വ്യക്തിയിലും കാമത്തിൻ്റെ അളവ് വ്യത്യസ്തമാണ്. അവർക്കിഷ്ടപ്പെട്ട രീതികളും വ്യത്യസ്തമാണ്. പലർക്കും ഇതിൻ്റെ തുടക്കത്തിൽ പല കാര്യങ്ങളും പങ്കാളി ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓപ്പോസിറ്റുള്ള ആളോട് തോന്നിയ ആ ഒരു ഇഷ്ടം, ആകർഷണം, അവരുടെ ചില കാര്യങ്ങളെ അടുത്തറിയാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വളരെ പ്രധാനമാണ്. പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ലൈംഗികത മുന്നോട്ട് പോകുന്നത് മനസ്സും അതുപോലെ തന്നെ ലിംഗവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ കൂടിയാണ്. ചിലർക്കാണെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രവർത്തനത്തിനകത്ത് എന്തൊക്കെയോ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. ചിലർക്കാണെങ്കിൽ ബലത്തെക്കുറിച്ചുള്ള ആശങ്കയാണ്. ചിലർക്ക് ടൈമിംഗ് ആണ് പ്രശ്നം. ചിലർക്ക് പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്കയാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനത്തിന് ഒരു വലിയ പങ്കുണ്ട്. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ച് പങ്കാളിക്ക് ആത്മവിശ്വാസം കൊടുക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പുരുഷനെ സംബന്ധിച്ച് സ്നേഹിക്കുന്നവർ അവരെ ഒരു പ്രത്യേക രീതി കാണണം, പരിഗണിക്കണം, സ്നേഹിക്കണം, ആകർഷിക്കണം. അവരോട് മാത്രം എന്തോ ഒരു പ്രാധാന്യം, അവർക്കെന്തോ ഒരു പ്രാധാന്യം കൊടുക്കണം. എന്നുവെച്ചാൽ ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണണം, കാമിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ പങ്കാളിയുടെ മുഴുവൻ സ്നേഹവും ഇവർക്ക് മാത്രം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാർ കൂടുതലും. ചുരുക്കി പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ച് മനസ്സിൻ്റെ നിലപാടും ഇതിൻ്റെ ബലവുമായിട്ട് വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട്. എന്നുവെച്ചാൽ പങ്കാളിക്ക് പൂർണ്ണമായും തൃപ്തിയായോ എന്നുള്ളത് അതിന് ശേഷമുള്ള അവരുടെ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. ചില സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാം പങ്കാളി ചെയ്യട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ച് അങ്ങനല്ല. അവർ തുടക്കത്തിലേ വളരെ സജീവമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ്. ഒന്നിച്ച് താമസിക്കുന്നവരുണ്ട്, പ്രണയിക്കുന്നവരുണ്ട്. അവിടെയൊക്കെ തന്നെ ചുംബനങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എന്നാൽ ഈ സമയത്ത് കൈകൾ കൊണ്ടുള്ള ക്രിയകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു കാര്യം ഒരുപാട് താല്പര്യമുണ്ട് എന്ന് പറയുന്നതിന് പകരം പ്രവർത്തിച്ച് കാണിക്കാം. എന്നുവെച്ചാൽ പങ്കാളിയുടെ ഏത് കാര്യമാണ് കൂടുതലിഷ്ടം അതിനെ കൂടുതൽ ലാളിക്കാം, സ്നേഹിക്കാം, കെയർ ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അവിടെ ഒരു ഊർജ്ജ കേന്ദ്രം ഉണ്ടാവും. അവിടെ ഊർജ്ജം വന്ന് നിറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. അത് ഏത് കാര്യമാണെങ്കിലും അതിൻ്റെ ശക്തി, ബലം, രൂപം, ഭംഗി എല്ലാം വർദ്ധിക്കും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തെ കുറയ്ക്കാനും പറ്റും, കൂട്ടാനും പറ്റും. ഇവിടെ കുറ്റപ്പെടുത്തൽ, വിമർശനം, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഒക്കെ തന്നെ ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമയത്ത് ഓരോ പെരുമാറ്റത്തിനും അനുസരിച്ചുള്ള രാസപ്രവർത്തനങ്ങളാണ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത്. തന്നെയല്ല ഇവിടെ ചില ഹോർമോൺസിൻ്റെ പ്രവർത്തനം വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ചും പുരുഷന്മാരെ സംബന്ധിച്ച്. അപ്പോൾ ഇതിനു വേണ്ടി ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ശരിയായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കൈപ്പത്തി പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കുറച്ച് ഹാർഡായിട്ട് പ്രസ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടുന്നുണ്ട്. ഓരോ ഭാഗത്തെ പ്രവർത്തനത്തിനനുസരിച്ച് ബ്രെയിൻ വർക്കിന് വ്യത്യാസമുണ്ട്. സ്നേഹം കൂടുതലായിട്ട് വന്ന് ചെയ്യുന്ന ചില സാഹചര്യത്തിൽ ഓക്സിറ്റോസിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ രതിമൂർച്ച സമയത്ത് വരുന്നത് ഡോപ്പാമൈൻ എന്ന ഹോർമോണാണ്. അതുപോലെ തന്നെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ഈ സമയത്ത് സ്ത്രീകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു, അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നു, തയ്യാറെടുക്കുന്നു. തന്നെയല്ല യോനിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ടെസ്റ്റോസ്റ്ററോൺ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കിതിനകത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പം അവരുടെ മനസ്സൊരു പ്രത്യേക തലത്തിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് പലപ്പോഴും കണ്ണുകൾ അടച്ച് മറ്റൊരു ലോകത്തായിരിക്കും. നമ്മളിപ്പോൾ ഏത് കാര്യമാണെങ്കിലും അത് ആസ്വദിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇതിനിടയ്ക്ക് നമ്മൾ നമ്മുടേതായ ഒരു ലോകത്തേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ അതിനുള്ള ഒരു സ്പേസ് പങ്കാളികൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബോധപൂർവം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്തുള്ള സ്പർശനങ്ങൾക്ക് നമ്മുടെ ബ്രെയിൻ സിസ്റ്റമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കാലുകൾ മറ്റൊരാൾ മസാജ് ചെയ്ത് തരുന്നതും നമ്മൾ സ്വയം ചെയ്യുന്നതുമായിട്ട് ഒരു വ്യത്യാസമില്ലേ?
പ്രത്യേകിച്ചും സ്നേഹമുള്ളവരാണെങ്കിൽ അതിന് മാധുര്യം കൂടും. അപ്പോൾ എവിടെയാണോ കൂടുതൽ സ്ട്രോങ് ആക്കേണ്ടത്, കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത്, കൂടുതൽ വികസിപ്പിക്കേണ്ടത്, അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, ചില ക്രിയകളും വേണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.